ഹലോ ഗായ്സ്, ഞങ്ങൾ മൂകാംബികയ്ക്ക് പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്കാണ് പോണേ. അവിടെ നിന്ന് ഞങ്ങൾ ഇന്നോവയിൽ പോവും. അവിടെ നിന്ന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവിടെ നിന്ന് ഞങ്ങൾ ട്രെയിനിലാണ് പോണത്. അപ്പോൾ ട്രെയിനിൽ പോകുമ്പോഴത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. ഓക്കെ. അപ്പം ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വോയിസ് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നോക്കി നോക്കാം വോയിസ് ഇടാൻ പറ്റുമെന്ന്. അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് ലാസ്റ്റ് ഞാൻ വോയിസ് ഇട്ടിട്ട് അങ്ങനെ ഒരു വീഡിയോ സെറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ. ഹലോ, ഞങ്ങൾ മൂകാംബികയിലെത്തി. എന്നിട്ട് ഞങ്ങൾ തൊഴാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് മുന്നേ കുറേ ട്രെയിനിൽ വന്ന ഭാഗങ്ങളോ വീട്ടിൽ വന്ന് വേറെ വണ്ടി കയറി ട്രെയിനിൽ പോയി അതൊന്നും എടുത്തിട്ടില്ല. എടുക്കാൻ സമയം കിട്ടിയില്ല, ഭയങ്കര ഹറിബറി ആയിരുന്നു. സോ ഞങ്ങളിപ്പോൾ അവിടെ എത്തിയതിന് ശേഷമുള്ളതാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ സൗപർണികയിൽ പോയിട്ട് കുളിച്ചിട്ട് വേണം ദേവിയെ കാണാൻ പോകാമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം സൗപർണികയിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിക്കേണ്ടി വരും. എത്ര രൂപയാണ് മേടിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. 50 തോന്നുന്നു അവിടെ പോയി തിരിച്ചു വരാൻ. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇതെൻ്റെ ചേട്ടൻ്റെ വൈഫും ഉണ്ണിയാണ്. മറ്റേത് അച്ഛനും അമ്മയും. പിന്നെ ഈ റോസ് എൻ്റെ ഹസ്ബൻഡ്, ഇതെൻ്റെ മോൻ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പരിചയപ്പെടുത്തി തന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കയറണം. 2 ഓട്ടോറിക്ഷ വിളിച്ചു. എന്നിട്ട് ഞങ്ങൾ സൗപർണികയിലേക്ക് പോവാണ്. അപ്പം ഞങ്ങൾ 3 ആളും ഉണ്ണി ഇതിലേക്ക് കയറി. കുറച്ച് ദൂരമേ ഉള്ളൂ, പക്ഷെ അവിടെ പോയിട്ട് പോകണമെന്നാണല്ലോ. പിന്നെ ആചാരം തെറ്റിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോണു. അപ്പോൾ അവിടെ എത്തിയിട്ട് ആദ്യം എത്തിയിട്ട് കണ്ടില്ലേ പോണേ. എന്നിട്ട് ഞങ്ങൾ അവിടെ എത്തി. അവിടെ എന്താ സംഭവം എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരണത്. അപ്പോൾ സ്ഥലം എത്തിയിട്ടുണ്ട്. അമ്മ ചാടി ഇറങ്ങുന്നുണ്ട്. പിന്നാലെ ഞങ്ങളും ചാടി ഇറങ്ങട്ടെ. നിറച്ച് കുരങ്ങന്മാരാണ് അവിടെ. ആകെ കുരങ്ങന്മാരാണ് കേട്ടോ. കണ്ടായിരിക്കണേ, നമ്മളതിനൊക്കെ നോക്കുന്നുണ്ട്. ഉപദ്രവിക്കൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അപ്പുറത്ത് പോയി നോക്കുകയാണ്. അവിടെ ആദ്യം ചേച്ചി അച്ഛനും ചേട്ടനൊക്കെ അവിടെ ആദ്യം എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ ഇട്ടിട്ട് നമുക്ക് കുളിക്കാം. അവരൊക്കെ ആദ്യം നടന്ന് പോകുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. നല്ല ശക്തിയുള്ള ഒഴുക്കുള്ള വെള്ളമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഒഴുക്കാണ് ആ സമയത്ത്. അപ്പോൾ അവിടെ ഇറങ്ങി കൈയും കാലും കഴുകുകയും കുളിക്കുകയും ഒന്നും നടക്കില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ പൈപ്പ് ഇട്ടിട്ട് വെള്ളം വരുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കൈയും കാലും കഴുകിയിട്ട് പൊക്കോളാൻ പറഞ്ഞു അവിടുത്തെ ഒരു ചേട്ടൻ. അപ്പോൾ ഞങ്ങളിന്ന് അതുപോലെ ചെയ്യാമെന്ന് കരുതി അങ്ങോട്ട് ചെന്നു. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എടുത്തരുമോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ വീഡിയോ എടുത്തു തരികയാണ്. ഞാൻ എൻ്റെ വ്ളോഗിൽ ഞാൻ വേണ്ടേ. അപ്പോൾ ആദ്യം എടുക്കുന്ന ഡേഞ്ചർ എന്നെടുത്തിട്ടാണ് എന്നെ ഷൂട്ട് ചെയ്യണേ. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത്. പിന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിതിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് ശരിയാവില്ല എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഞാൻ തന്നെയാണ് പിന്നെ വീഡിയോ എടുത്തത്. അവിടെ ചേട്ടൻ പല്ലിച്ച് മുറിവുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ചേട്ടൻ്റെ പല്ലിപ്പും കുളിയൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു. ഞങ്ങൾ കൈയും കാലമൊക്കെ കഴുകി ജസ്റ്റ് ഒന്ന് തലയിലൊക്കെ ഒന്ന് തെളിച്ചിട്ട് പോവാണ് കേട്ടോ. ഇത് വെറുതെ ഒന്ന് ഇങ്ങനെ കൈയും കാലമൊക്കെ ഒന്ന് ആ വെള്ളത്തിൽ കഴുകണമെന്നേ ഉള്ളൂ. അവിടെ കുളിക്കാൻ പോയിട്ട് കൈയും കാലം കഴുകാനെടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്യുക, വേറെ വഴിയില്ലല്ലോ. കുളിക്കണം എന്നല്ല നിർബന്ധം. നമ്മൾ ആ വെള്ളത്തിലൊന്ന് തൊട്ടിട്ട് ദേവിയെ കാണുക, അതാണ് ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യണത്. പക്ഷെ പണ്ടൊക്കെ കുളിച്ചിട്ടായിരിക്കും കാണാൻ പോയിട്ടുണ്ടാവുക, അറിയില്ല. അപ്പം എല്ലാവരും പരസ്പരം തെളിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഇവിടെ നേരെ പോവാണ് കേട്ടോ തൊഴാൻ. അച്ഛൻ ആദ്യം ചെയ്തു. അപ്പോൾ അച്ഛനോട് ഞാൻ കഴുകിയില്ലേ കൈയും കാലമൊക്കെ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ആന്ന് പറഞ്ഞു. ചേച്ചീനെ പരിചയമുള്ള ആരോ ചേച്ചിയോട് സംസാരിക്കാൻ വരുന്നുണ്ട്. ചേച്ചിക്ക് പരിചയമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവർക്ക് ഇത്രയും നല്ല പരിചയമില്ലാതെ ഒരു ഫാമിലിയായിട്ട് ഓടി വരില്ല. നമ്മൾ എന്നിട്ട് തിരിച്ച് പോവാണ് കേട്ടോ. നമ്മൾ തിരിച്ചു പോകാനായിട്ട് വണ്ടി കയറുകയാണ്. അമ്പലത്തേക്കാണ് പോണത് നേരെ. അപ്പോൾ അവിടെ ഒരു അമ്പലം കണ്ടു. അത്
എന്തമ്പലമാണ്, ആരെ പ്രതിഷ്ഠ എന്ന് നോക്കിയപ്പോൾ ഗണപതിയാന്ന് തോന്നുന്നു. നട അടച്ചിട്ടിരിക്കുകയാണ്, അപ്പോൾ തൊഴാനൊന്നും പറ്റില്ല, നട അടച്ചേക്കണം. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ജസ്റ്റ് തൊഴുതു. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഓട്ടോയിൽ കയറി അമ്പലത്തേക്ക് തൊഴാനായിട്ട് പോവാണ്. ഉണ്ണീനെയൊക്കെ കയറ്റിയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ വണ്ടി എടുക്കുമ്പോൾ അങ്ങനെ അവിടെ നിന്ന് നേരെ മൂകാംബിക. ഇവിടെ തന്നെ പോണ വഴിക്ക് ഇവിടെ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അല്ല സോറി, അമ്പലേ തെറ്റി പറഞ്ഞാണ്. സ്കൂളുണ്ട്, കണ്ടില്ലേ, ഒരു വലിയ സ്കൂളോ കോളേജോ എന്തോ ആണ്. സ്കൂളാണെന്നാണ് എനിക്ക് തോന്നണത് കണ്ടിട്ട്. ഈ വഴി നല്ല രസമാണ്. പിന്നെ അവിടെ എത്തി ഞങ്ങൾ. അപ്പോൾ ചേച്ചി ദേവിക്ക് കൊടുക്കാനായിട്ട് പട്ട് സാരിയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല ഇത് ഇങ്ങനെ ഒരു ചടങ്ങുണ്ട് എന്നൊക്കെ. അങ്ങനെ ചടങ്ങല്ല, അങ്ങനെ ഒരു വഴിപാടാണെന്ന് തോന്നുന്നു. പിന്നെ ദേവിക്ക് കൊടുക്കാനുള്ള കുപ്പിവളകൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി. അപ്പോൾ അച്ഛനൊന്നും മനസ്സിലായിട്ടില്ല അതെന്താണെന്നൊന്നും, ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ചേച്ചിക്ക് ആരൊക്കെ പറഞ്ഞു കൊടുത്താണ് ഇങ്ങനത്തെ ചടങ്ങുകളും വഴിപാടുകളൊക്കെ. അപ്പോൾ ചേച്ചിയും ചേട്ടനും അത് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ഹോട്ടലിലാണ് ഞങ്ങൾ വരുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്, തൊഴുതു വന്നിട്ട് കേട്ടോ. നല്ല ഫുഡായിരുന്നില്ല. ആരും ആ ഹോട്ടലിൽ കയറണ്ട വരുന്നുണ്ടെങ്കിൽ. ഒരു സാധനം വരണില്ല, എന്താ അതിനെ പറയുക, കാളയാ പോത്താ എന്തോ സാധനം. ആ സാധനം ഒന്ന് ചേട്ടനെ ഒന്ന് പേടിപ്പിച്ചു വിട്ടാ. അതടുത്ത് വന്നിട്ട് ഒറ്റ ഒളിയിടില്ല. ആ ഭാഗം എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇവിടെ നിറയെ ചാണകമാണ്. അപ്പം അമ്മ പറയുകയാണ് ചാണകത്തിൽ ചവിട്ടിയത് നാശമാക്കണ്ടെന്ന്. അപ്പോഴേക്ക് ചിരി വന്നിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അതങ്ങനെ ഇരുന്നോട്ടെ, ആരും ചവിട്ടി നാശാക്കണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിരി വരാണ്ടിരിക്കും. അപ്പോൾ ഇതാ പിന്നെ എന്നെ ഒന്ന് വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ സ്ലോ മോഷനിൽ ഇട്ടത്, ആകെ ഒരു സെക്കൻഡേ ഉള്ളൂ നടക്കണത്. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് സ്ലോ മോഷനിൽ ഇട്ടത്. എന്നെ മാത്രമല്ല എല്ലാവരെയും വീഡിയോ എടുക്കാൻ ഞാൻ പറയുമ്പോൾ അങ്ങോട്ട് ക്യാമറ തിരിച്ച് എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാര്യം ഫോട്ടോഗ്രാഫറാണ് എൻ്റെ ഹസ്ബൻഡെങ്കിലും വീഡിയോ എടുക്കാനൊന്നും അറിയില്ല എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് മൂപ്പരുടെ വീഡിയോ എടുക്കലൊക്കെ. പിന്നെ ഞങ്ങളവിടെ ഉണ്ണീനെ എഴുത്തിനിരുത്താനായിട്ട് പോയി. അപ്പോൾ എഴുത്തിനിരുത്താനായിട്ട് ഞങ്ങൾ ഇരുന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. കുറേ നേരം ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഉണ്ണീനൊക്കെ ആദ്യം അവരെ എഴുത്തിനിരുത്തി, ഞങ്ങൾ തൊഴുന്ന സമയത്താണെന്ന് തോന്നുന്നു. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ വന്നത്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വരുമ്പോഴേക്കും അവരുടെ കഴിഞ്ഞ് എണീറ്റും. അവർക്ക് അവിടെ അത് പൂജയ്ക്ക് കൊടുക്കാനും പിന്നെ എന്തൊക്കെയോ വഴിപാടുകളൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ അവരും ഞങ്ങളും വേറെ വേറെയാണ് തൊഴുതത്. അതുകൊണ്ട് തന്നെ ഒരുമിച്ചിരിക്കാൻ പറ്റിയില്ല. ചേട്ടനാണ് വീഡിയോ എടുത്തിരുന്നത്. ഞങ്ങൾ എന്നിട്ട് ഉണ്ണീനെ എഴുത്തിനിരുത്തുകയാണ്. അവിടെ ഇങ്ങനെ ഒരു ഇത് തളിക പോലത്തെ ഒരു ഇതിൽ അരി ഇട്ടിട്ട് അതിലൊരു മഞ്ഞളുടെ കഷ്ണം നമുക്ക് തരും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ, ആൾ പറയും എന്തൊക്കെയാണ് എഴുതണ്ടേ, ആ നാമങ്ങളും പിന്നെ അക്ഷരങ്ങളും നമ്പേഴ്സൊക്കെ നമ്മളിങ്ങനെ എഴുതി മോനെ കൊണ്ട് എഴുതിക്കുക. അവൻ പറയണത് അമ്മ കൈവിട്, ഞാൻ ഒറ്റയ്ക്ക് എഴുതാം എന്നാണ്. ഞാൻ കൈപിടിച്ച് എഴുതിക്കുക. എനിക്ക് ഇങ്ങനെ സ്പീഡിൽ എഴുതിക്കൊണ്ടിരിക്കുകയല്ല കേട്ടോ, ഞാനത് കുറച്ച് സ്പീഡാക്കിയതാണ്. വലിയ വീഡിയോ ആയി പോകും അല്ലെങ്കിൽ. അപ്പോൾ കുറച്ചൊന്ന് സ്പീഡാക്കും, കുറച്ചൊന്ന് സ്ലോ ആക്കും, അങ്ങനെ വീഡിയോ ചേഞ്ച് ചെയ്തതാണ് കേട്ടോ. അല്ലാതെ കുട്ടിയുടെ കൈ പിടിച്ച് ഒടിക്കുകയെന്ന് ആരും കമൻറ്റ് ചെയ്യരുത്. ഞാനൊന്ന് സ്പീഡാക്കിയതാണ്, കണ്ടില്ലേ, വേഗം മേടിച്ചുകൊണ്ടുള്ള പോലെ സ്പീഡാക്കിയതാണ് കേട്ടോ. അത് കണ്ടാൽ മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞു ആ പരിപാടി. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ മനസ്സിലാഗ്രഹിച്ച പോലെ അത് അവിടെ എഴുത്തിനിരുത്താനായിട്ട് പറ്റി. അവിടെ എല്ലാ ദിവസവും ഉണ്ടെന്ന് തോന്നുന്നു എഴുത്തിനിരുത്തണത്. എൻ്റെ സൗണ്ടിന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ആ സമയത്താണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്, അതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. എൻ്റെ ഒറിജിനൽ വോയിസ് അല്ല അത്. ഇത് ഒരു തേരാണ്. ഈ തേരല്ല രഥമാണെന്ന് തോന്നുന്നു. ഇതേതോ ഒരു ദിവസം ഇതിങ്ങനെ വലിച്ച് കൊണ്ടുപോകുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായിട്ട് അറിയില്ല. ഞങ്ങളിങ്ങനെ കുങ്കുമാർച്ചന വഴിപാട് നടത്തി, അങ്ങനെ റെസിപ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെവിടെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഏട്ടൻ അതെങ്ങനെ ചോദിച്ചറിയാനായിട്ട് പോയതാണ്. അപ്പോൾ അവിടെയാണ് ചെയ്യിക്കണതെന്ന് കാണിച്ചു തന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ
ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അതായത് ദേവിക്ക് ഡ്രസ്സല്ല സാരി ഇവിടെ വഴിപാടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഷോപ്പ് ഇതിനകത്ത് തന്നെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു ഷോപ്പ്, അവിടെ നിറയെ സാരി നമുക്കിവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം. നല്ല വിലയായിരിക്കും. അപ്പോൾ പൈസ ഉള്ളവരൊക്കെ അവിടെ വന്നിട്ട് മേടിച്ചിട്ട് ദേവിക്ക് സമർപ്പിക്കാം. ഞങ്ങൾ മേടിച്ച ആ സാരി ഉടുത്തിട്ട് ദേവിയെ കാണാൻ പറ്റി കേട്ടോ. ഇതാണ് ആ ഷോപ്പ്. ഇവിടെ നല്ല വിലയാണ്, നല്ല റേറ്റ് ഉണ്ട് സാരികൾക്ക്. ഇത് ഇവിടെ നിന്ന് മേടിച്ചിട്ട് ദേവിക്ക് വഴിപാടായിട്ട് കൊടുക്കാവുന്നതാണ്. പല കളറുണ്ട്. ഇതിനകത്ത് ആൾ ഇരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പം കാണാനില്ല, അതിനകത്ത് ഉണ്ടാവും ആൾ. പുള്ളി കയറി നമുക്ക് മേടിക്കാം. അപ്പോൾ ഞങ്ങൾ തൊഴലൊക്കെ കഴിഞ്ഞ് ദേവീനെ ഞങ്ങൾ കൊണ്ടുവന്ന സാരി ചാർത്തി കണ്ടു. പിന്നെ ഞങ്ങൾക്ക് അതിന് വളയൊക്കെ, പൂജിച്ച വളയൊക്കെ ഞങ്ങൾക്ക് തിരിച്ച് തന്നു. അപ്പോൾ ചേച്ചിയും ചേട്ടനും വന്നിട്ടില്ല, എത്തിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. ഫുഡ് കഴിക്കാൻ കയറി. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, ഇതാ ചേട്ടൻ ടാറ്റ തരുന്നുണ്ട്, ടാറ്റാ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് ആ ഹോട്ടലാട്ടോ, ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഹോട്ടലേ. അപ്പോൾ ഒരു രസവും ഇല്ല കേട്ടോ ഫുഡ്, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഉഴുന്നുവട ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. കൂടെ നമുക്ക് ഉഴുന്നുവട വരുമല്ലോ, അങ്ങനെ വന്നതാണ്. അത് തീരെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ചേട്ടനോട് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ ഓക്കെ, വേഗം മാറ്റി വന്നിട്ട് വേണമെങ്കിൽ ചായ കുടിക്കാൻ. അത്രയും ദാഹിച്ചിട്ടാണ് തോന്നിയിരിക്കുന്നത്. ക്യാമറ ഒന്ന് ഓഫ് ചെയ്ത് നിൽക്കുന്നത് കഴിക്കായിരുന്നു എന്നാണ് ചേട്ടൻ പറയണത്. അപ്പോൾ ഇതാണ് ഫുഡ്. വേറെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അത്രയും വൃത്തികെട്ടൊരു ഫുഡ് എന്നല്ല, എന്നാലും നമ്മുടെ നാട്ടിൽ ആ ടേസ്റ്റ് ഇല്ല. പക്ഷെ വേറെ അവിടെ കേരള ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് കേട്ടോ, അവിടെ നല്ല ഫുഡ് കിട്ടി ഞങ്ങൾക്ക്. പിന്നെ നൈറ്റ് അപ്പോൾ ഞങ്ങൾ ഉഴുന്നുവട തീരെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉഴുന്നുവട മാത്രം മാറ്റി വെച്ചു. എന്നിട്ട് അത് വല്ല നായ്ക്കൾക്കോ കുരങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കാൻ കരുതിയിട്ട് ഞങ്ങളത് മാറ്റി വെച്ചു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൾക്കൊക്കെ കൊടുത്ത് കുറച്ച് നേരം ഇരുന്നു അവിടെ. കണ്ടില്ലേ ഇവിടെ ഉഴുന്നവിടെ ഇങ്ങനെ മേലെ മേലെ വെച്ചേക്കണത് ഞങ്ങൾ പാഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം. അച്ഛനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അച്ഛനടുത്ത് സപ്ലയറിന് എന്തൊക്കെയോ പറഞ്ഞിരുന്നു, എന്ത് ഫുഡാണ്, എന്ത് തീരെ രസമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ പൈസ കൊടുത്തിട്ടാണല്ലോ മേടിക്കുന്നത്, നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാമല്ലോ. അപ്പോൾ അത് ആ ചേട്ടൻ പാഴ്സൽ ചെയ്തു. ചീത്ത പറയല്ല, തീരെ രസമില്ല എന്ന് പറഞ്ഞു, ഉള്ള കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞങ്ങളത് കുരങ്ങന്മാർക്ക് കൊടുക്കുകയാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു പട്ടീനെ കണ്ട് അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പട്ടി തിന്നില്ല. പട്ടിക്ക് പോലും തിന്നാൻ പറ്റാത്തൊരു ഫുഡായിരുന്നു. അവിടുത്തെ നായ്ക്കളും പട്ടികളൊക്കെ അത്രയും പട്ടിണി കിടക്കണ ഇതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ അങ്ങനെ ഉണങ്ങി കിടക്കണ ചാണകം, ഉണങ്ങി കിടക്കുക, ആ ചാണകം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പട്ടിയും. അതുപോലെ മറ്റേ പശുവോ എന്തൊരു സാധനം വന്നില്ലേ നേരത്തെ പേടിപ്പിക്കാൻ, ആ സാധനമൊക്കെ അവിടുത്തെ ആ ചാണകം തന്നെ കഴിക്കുകയാണ് അങ്ങനെ. അപ്പോൾ ഞങ്ങൾ കുരങ്ങന്മാർക്ക് കൊടുത്ത് ഞങ്ങൾ റൂമിലെത്തി. ഏട്ടൻ കിടന്ന് ഉറങ്ങി. ഇവിടെ പിള്ളേർ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ബിൽഡിംഗ് സെറ്റ്. അപ്പോൾ അതൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ നല്ല ഉറക്കം. അപ്പോൾ ഇവിടെ അപ്പൂസ് ടാറ്റ പറയുന്നുണ്ട്, ഹായ് ഗായ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും വോയിസ് ഇല്ല കേട്ടോ, അതൊക്കെ എൻ്റെ വോയിസ് ആയത് കൊണ്ട്. ഇതാണ് ഞങ്ങളുടെ റൂം കുഴപ്പമില്ല, നല്ല റൂമുകളായിരുന്നു. ഞങ്ങൾക്ക് 2 ദിവസത്തെ റെൻ്റാണ് വന്നത്. ഞങ്ങൾ നൈറ്റ് വന്നിട്ട് പിന്നത്തെ ദിവസം മോർണിംഗാണ് പോണേ. പക്ഷേ 2 ദിവസത്തെ റെൻ്റാണ് എടുത്തത്. നല്ല ആൾക്കാരൊക്കെയാണ് കേട്ടോ. ഇവിടെ ഈ നാട്ടിലിങ്ങനെ തട്ടിപ്പ് അങ്ങനെയുള്ള ടീമുകൾ ഇല്ലയെന്ന് തോന്നുന്നു, ഞങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടില്ല. കടകളിലൊക്കെ റേറ്റൊക്കെ ഉണ്ട് സാധനങ്ങൾക്ക്, പക്ഷേ ഒരു തട്ടിപ്പുള്ള ഏരിയ ഒന്നുമല്ല, നല്ല സ്ഥലമാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് അച്ഛനമ്മയുടെയൊക്കെ റൂം. ഇവർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്തൊക്കെയോ. ഇതാണ് കേട്ടോ ഈ സ്ഥലം. ഇത് പുരാണിക് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്, റൂം എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ വരുമ്പോൾ ഒന്ന് അത് അന്വേഷിച്ച്, നല്ല സ്ഥലമാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ അവരുടെ റൂം കാണിച്ചുതരാം. അവരവിടെ നിലത്തും കട്ടിലുമൊക്കെ ആയിട്ട് കിടക്കുകയെന്ന് തോന്നുന്നുണ്ട്. അമ്മയും അച്ഛനൊക്കെ അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരിത് അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാൻ കിടന്നുണ്ട്. അവരെന്തൊക്കെയോ ഭയങ്കര ഡിസ്കഷനിലാണ്. റൂമുകൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമാണ്. പിന്നെ ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് അമ്പലത്തേക്ക് തന്നെ പിന്നെയും വന്നു, അമ്പലത്തിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് പറ്റിയില്ല, പേഴ്സണലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് കഴിക്കാൻ.
ഞാൻ കഴിച്ചില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ വെറുതെ 2 ഉരുള കഴിച്ചു. ഭഗവതിയുടെ ഒരു പ്രസാദം പോലെ അങ്ങനെ കഴിച്ചു എന്ന് മാത്രം. ബാക്കിയുള്ളവർ കഴിക്കുന്നുണ്ട്, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് പറ്റിയില്ല. മോനും കഴിച്ചില്ല. മോൻ വെറുതെ കുറച്ച് ആ അരിയൊന്നും എനിക്ക് പറ്റണില്ല. ഞാൻ സാധാരണ ഇങ്ങനത്തെ ചോറൊന്നും പറ്റാത്ത ഒരാളാണ്. എന്താ ചെയ്യുക, എനിക്ക് പറ്റണില്ല കഴിക്കാൻ ട്രൈ ചെയ്തിരുന്നു. പായസം എനിക്ക് കിട്ടിയില്ല. ഞാൻ മേടിക്കുമ്പോഴേക്കും പായസം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോഴേക്കും നല്ല വെയിലായി. നട്ടുച്ചയ്ക്കാണല്ലോ, നല്ല വെയിലാണ്. അപ്പോൾ ഞങ്ങളോട് കയറി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതവിടെ നല്ല വെയിലാവും, എന്നാൽ പോവാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആരോടാണാവോ. എന്നിട്ട് മറ്റേ ഇങ്ങനെ തൊഴാനായിട്ട് നിൽക്കുന്ന സ്ഥലത്തേക്ക് കയറി നിന്നു ഞങ്ങൾ. അവിടെ ഭയങ്കര ചൂടാണ്, ഷീറ്റിൽ നിന്നുള്ള ചൂട്. അവിടെ നിന്നായിരുന്നു ഞങ്ങൾ. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി നിന്നു. അപ്പോൾ ചേട്ടനും ചേച്ചിയൊക്കെ എന്തോ പ്രസാദം മേടിക്കാൻ എന്തിനു പോയിക്കാണ്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് നിന്നത്. അച്ഛൻ അതേനെ വഴിയെന്ന് അറിയാണ്ട് കടന്നു പോകുന്നുണ്ട്. ഞങ്ങളെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കണ്ടില്ല അച്ഛൻ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. അമ്മ സ്ഥലം കണ്ടുപിടിച്ച് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടനെയും ചേച്ചീനെയും വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളിവിടെ നിൽക്കുക. നല്ല വെയിൽ, നല്ല ചൂടാണ്, ഭയങ്കര ചൂടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ മറ്റേ കുടജാദ്രി പോകണമെന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വെയിലും ഈ ചൂടും ഈ കുട്ടികളെയും കൊണ്ടിട്ടൊക്കെ പോകേണ്ടത് എളുപ്പമല്ല. അതുകൊണ്ട് ഞങ്ങളത് ക്യാൻസൽ ചെയ്തു. കുറേ നടക്കാനൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രസാദം. ഇത് നെയ്യും തേങ്ങയാണ്. ഞങ്ങളത് പായസമാണെന്ന് കരുതിയിട്ടാണ് 4 എണ്ണം മേടിച്ചത്. പക്ഷെ പായസമല്ല, അത് നെയ്യായിരുന്നു. ചേട്ടൻ കണ്ടില്ലേ പിടിച്ചിട്ട് കാണിച്ച് തന്നെ, അത് നെയ്യായിരുന്നു കേട്ടോ. തേങ്ങ ഇതൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിൽ പോയി ഉണ്ടാക്കണം പായസം, അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നല്ല വെയിലാണ്. കുടജാദ്രിക്ക് പോകാഞ്ഞത് പിന്നെ ചെറിയ കുട്ടികളെ വെച്ചിട്ട് ജീപ്പിലുള്ള യാത്ര ഒട്ടും സേഫ് അല്ല. പിന്നെ ഇവർക്ക് നടക്കണ്ടേ, അച്ഛനും അമ്മയ്ക്കൊക്കെ വയ്യാത്തതായതുകൊണ്ട് ഞങ്ങൾ പോയില്ല. ചേട്ടനെ അത് പൊക്കി പിടിച്ച് കാണിച്ചു തരുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ പോയി പായസം ഉണ്ടാക്കി കഴിക്കും എന്ന് പറഞ്ഞിട്ടാണ് അവർ നിൽക്കുന്നത്. ഞങ്ങൾ ഏട്ടനൊക്കെ വേർത്ത് കുളിച്ചു. ഞങ്ങളുടെ റൂമൊക്കെ ആകെ വലിച്ചു വാരി ഇട്ടേക്കാണ്. ഉണ്ണികളിവിടെ നിന്ന് കളിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ജനലൊക്കെ തുറന്നിട്ടു. പിന്നെ ഇവിടെ അച്ചാച്ചൻ്റെയും അച്ഛമ്മയുടെ അടുത്ത് അമ്മമ്മയുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ കുറച്ച് ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. അച്ഛൻ്റെ ഒരു FM ഉണ്ട്, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ FM-ൽ പാട്ട് വെച്ചിട്ട് ഇവിടെ കണ്ടില്ലേ പിള്ളേർ ഭയങ്കര കളി. അപ്പം അച്ഛന് പിടിച്ച് നിൽക്കാനായില്ല, അച്ചാച്ചനും കൂടെ കളിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അച്ചാച്ചനും പിള്ളേരും കൂടെ ഗംഭീര ഡാൻസും കൂത്തും. എനിക്കാണെങ്കിൽ നിൽക്കാനടക്കം വയ്യ, നടുവൊക്കെ ഭയങ്കര വേദനയും ആയിട്ടിരിക്കുകയായിരുന്നു. നല്ല പൊരി വെയിലത്താണ് വന്ന് കയറിയത്. ഇവർക്ക് ക്ഷീണമൊന്നുമില്ല. പിന്നെ അച്ചാച്ചനും കൂടെ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. ഏതോ ഒരു നാടൻ പാട്ടോ എന്തോ കൂടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഭയങ്കര ഡാൻസിലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ട്രിപ്പ്. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ വൈകിട്ട് പിന്നെ സൗവർണിക ഒന്നുകൂടെ ഒന്ന് വിശദമായി കാണാമെന്ന് കരുതി. അത് ആ സ്ലോ മോഷനിൽ എൻ്റെ ചേട്ടൻ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. സൗവർണികയിലേക്ക് നടന്നിട്ടാണ് പോയത്. നേരത്തെ ഓട്ടോയിലല്ലേ പോയി. അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആ നാടൊക്കെ ഒന്ന് കാണാം. ഏതായാലും കുടജാദ്രിക്കൊന്നും പോകണില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് കറങ്ങാമെന്ന് കരുതിയിട്ട് ഒന്നുകൂടെ സൗവർണികയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഞാൻ സ്പീഡ് കൂട്ടിയതാട്ടോ വീഡിയോ. അല്ലെങ്കിൽ ഞങ്ങൾ നടന്നു പോണത് കുത്തി കുലുക്കിയിട്ടൊക്കെ ഞാൻ വീഡിയോ എടുത്തേക്കണം. അത് ഭയങ്കര ബോറായിരിക്കും. കാരണം ഞാനും കിതച്ചിട്ടാണ് നടക്കണത്, അപ്പോഴല്ലേ വീഡിയോ എടുക്കണത്. ഇതാണ് ഞാൻ പറഞ്ഞ സ്കൂള്, കണ്ടില്ലേ. അപ്പോൾ അവിടെ സ്കൂളിൻ്റെ പേരെന്തോ ഓർമ്മയില്ല. ഇവിടെ ഒരു നല്ലൊരു ഷോപ്പുണ്ട് കേട്ടോ. ഇവിടെ ഈ സ്വാമി ദൈവങ്ങളുടെയൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലം. നല്ല രസമുള്ള ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ പോകുമ്പോൾ ആ ചേട്ടൻ്റെ കടയിൽ കയറിയ ഫോട്ടോസൊക്കെ വാങ്ങുക. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും മഴ ചാറി തുടങ്ങി, നല്ല മഴ. പെട്ടെന്നാണ് അവിടെ മഴ, കാലാവസ്ഥ മാറുക. പെട്ടെന്ന് മഴ, പെട്ടെന്ന് വെയിൽ, അങ്ങനെയാണ്. അപ്പോൾ മഴ പെയ്യും ഈ സമയത്ത്. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ആ കടയിൽ കയറി നിന്നു. ഇപ്പം ഇത്ര നേരം വെയിലല്ലായിരുന്നു, പെട്ടെന്നാണ് മഴ വരിക. അപ്പോൾ ചേട്ടനും അച്ഛനും കൂടെ അങ്ങോട്ട് നടന്നു, ഞങ്ങൾ ഇവിടെ വിട്ടു. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിന് ഈ ഒരു ഫോട്ടോസൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. നല്ല ഭംഗിയുള്ള ഫോട്ടോസ് ഉണ്ട്. നിങ്ങൾ വരുന്ന വഴിക്ക് ഫോട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ പോകുമ്പോൾ മേടിച്ചില്ല. അപ്പോൾ ചേട്ടനും അച്ഛനൊക്കെ അങ്ങോട്ട് നടന്നു. അവർ വേറെ സ്ഥലത്താണ് നിൽക്കണത്, ഞങ്ങൾ മാത്രം ഇവിടെ. ഞാനും ചേച്ചിയും അമ്മയും ഏട്ടനും
ഉണ്ണിയോളം ഇവിടെ പെട്ടു. അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, നല്ല മഴ, പെട്ടെന്നാണ് മഴ പെയ്യണത്. അപ്പോൾ ഞങ്ങളിവിടെ നിന്നു. ഇവിടെ വെയിൽ പോലെ തോന്നുക കേട്ടോ, അങ്ങനെ വെയിലില്ല അവിടെ. അവിടെ മഴ തന്നെയാണ്. വീഡിയോയിൽ ഫോണൊക്കെ സാധാരണ ഫോണായതുകൊണ്ട് വീഡിയോ ഒന്നും ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഇവിടെ നല്ല രസമായിരുന്നു. എന്നിട്ട് പിന്നെയും നടന്നു തുടങ്ങിയപ്പോൾ പിന്നെയും മഴ. അപ്പോൾ ഞങ്ങൾ പിന്നെയും വേറെ സ്ഥലത്ത് കയറി നിന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒരു സ്ഥലത്താണ്, ചേട്ടനും അച്ഛനും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെയും മഴ പെയ്തു, പിന്നെയും കയറി നിന്നു. കണ്ടില്ല, നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കണേ. അവിടെ അപ്പൂസ് അവൻ്റെ ബനിയനൊക്കെ കടിച്ച് കീറുന്നുണ്ട്. അവന് പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. ഇവനാണെങ്കിൽ ഒരിക്കലും ഒതുങ്ങി നിൽക്കണില്ല, അങ്ങോട്ട് ചാട് ഇങ്ങോട്ട് ചാട് കുരങ്ങന്മാരുടെ പോലെ. പിന്നെ ഞങ്ങൾ സൗപർണികയിലൊന്ന് എത്തി. അവിടെ എത്തിയിട്ട് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വെള്ളമൊക്കെ കാണുന്ന ആ മഴയും കൂടെ പെയ്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല സൗണ്ടൊക്കെയാണ്. ഞാൻ ഒറിജിനൽ വോയിസ് ഓഫ് ചെയ്തിട്ടാണ് വോയിസ് ഇടുന്നത്, അതുകൊണ്ട് ആ ഒരു വോയിസ് ഒന്നും ഇതിൽ കിട്ടില്ല. ആ നേരത്തെ എനിക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ മൈക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പം പിന്നെ ഞാൻ അങ്ങനെ റെക്കോർഡ് ചെയ്തില്ല. നല്ല രസമാണ് കേട്ടോ ഇവിടെ. ഈ സമയത്ത് മഴയുള്ള സമയമായതുകൊണ്ട് നല്ല ഒഴുക്കുണ്ട്, ഇത്രയും ഉണ്ടാവാറില്ല അത്ര. അപ്പോൾ ഇവരെന്തോ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ട്. ചേട്ടൻ എന്തോ വ്ളോഗ് എടുക്കുന്നുണ്ട്. അച്ഛൻ വിചാരിക്കേണ്ടത് തന്നെയല്ലേ വന്ന് കണ്ട നേരത്തെ എന്നുള്ളൊരു എക്സ്പ്രഷനിലാണ് അച്ഛൻ നിൽക്കണേ. അപ്പോൾ ഞാനൊരു സെൽഫി എടുത്താണ് കേട്ടോ. സെൽഫി അല്ല, സെൽഫ് വീഡിയോ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഞങ്ങൾ വിറ്റയ്ക്ക് എന്തെങ്കിലും തിന്നാൻ മേടിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ട് കടയിൽ കയറിയതാണ്. ഞങ്ങളെ അങ്ങോട്ട് വളഞ്ഞു, ആ ഒരു സാധനം അടക്കം. ആ ഒരു ഇതെന്താ ഇതിന് പറയുക, കാളയാണോ? ഇതും ഈ കുരങ്ങന്മാർ നായ്ക്കളും കൂടെ ഞങ്ങളെ വളഞ്ഞു. എൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയായിരുന്നു. ബെന്ന് മേടിച്ചതാണ്. അവർക്ക് മനസ്സിലായി അവർക്ക് കൊടുക്കാനുള്ള ബെന്നാ മേടിച്ചതെന്ന്. ആ നേരത്ത് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ എൻ്റെ മോനെയാണ് എടുത്തത്, കാരണം മോനെ കടിച്ച് കീറണ്ട വിചാരിച്ചിട്ട്. കുരങ്ങന്മാർ അങ്ങനെ അക്രമമായിരുന്നു. അപ്പോൾ എന്നിട്ട് അവർക്ക് തിന്നാനൊക്കെ കൊടുത്തു. അവിടെ ഒരു അപ്പാപ്പ ഇരുന്നായിരുന്നു, അയാളാണ് ഞങ്ങളെ രക്ഷിച്ചത്. അയാളൊരു വടിയെടുത്ത് വീശിയപ്പോൾ എല്ലാവരും ഓടി, അല്ലെങ്കിൽ എല്ലാവരും കൂടെ കടിച്ച് കീറിയായിരുന്നു. അവിടെ കുരങ്ങ് കണ്ടില്ലേ, വെള്ളം കുടിക്കുകയായിരുന്നു അത് റോട്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് പോവാണ്, തിരിച്ച് പോവാ. മഴ പെയ്യുന്നുണ്ട്. അപ്പം അമ്മ തലയിൽ കൂടെ ഇങ്ങനെ തട്ടം പോലെ ഇട്ടു, കാരണം മഴ നനഞ്ഞിട്ട് വല്ല കേട് വരണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇവരെ ഓടുകയാണ്, ആദ്യം എത്താൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ മെല്ലെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ ആകെ കത്തിച്ചു തുടങ്ങി. എൻ്റെ വീഡിയോ ഒക്കെ കുലുങ്ങണ കണ്ടില്ലേ. പിന്നെ വരുമ്പോൾ ഇങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ ഒരു സൺസെറ്റ് പോലെ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ. കയ്യൊക്കെ കിടന്ന് കുലുങ്ങാണ്, വയ്യ തീരെ. അങ്ങനെ അത്യാവശ്യം ഉണ്ട് അവിടെ നടക്കാനേ. ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ അറിയണില്ല, പക്ഷെ നടക്കുമ്പോൾ അതല്ല. പിന്നെ നൈറ്റ് ഞങ്ങൾ പിന്നെയും തൊഴാൻ പോവാണ് കേട്ടോ. അവിടെ ഒരു കഷായം കൊടുക്കുന്നുണ്ട് അമ്പലത്തിൽ. അപ്പോൾ ആ കഷായം കഴിക്കുന്നത് നല്ലതാണ്, നമ്മുടെ അസുഖങ്ങളൊക്കെ ഇല്ലാതാക്കാനൊക്കെ. അപ്പോൾ നമ്മൾ അത് കുടിക്കാനായിട്ട് പോവുകയാണ്. ഫുഡ് വന്നിട്ട് കഴിക്കാമെന്ന് കരുതി ഞാൻ. എൻ്റെ ഏട്ടൻ അവിടെ കിടന്നു, വയ്യ, തീരെ വയ്യ. ഉണ്ണീനൊക്കെ എടുത്ത് നടന്നിട്ട് ഞാൻ ഉണ്ണീനെ എടുക്കാൻ എനിക്ക് പറ്റില്ല, നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് പൊന്തില്ല. അതുകൊണ്ട് ഏട്ടനാണ് എടുത്തായിരുന്നത്. അപ്പോൾ അതിന് വയ്യാതായി. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ണീനെയും പിടിച്ച് ഈവനിങ് രാത്രിയും കൂടെ ഒന്ന് തൊഴാമെന്ന് കരുതി. ഇതേനെ ഞങ്ങൾ കയറിയില്ല. ഇതേനെ കയറുമ്പോൾ ഈ ചെരുപ്പൊക്കെ അവിടെ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ പുറത്തു കൂടെ നടക്കുക. നല്ല രസമായിട്ട് രാത്രി കാണാൻ. പിന്നെ ഞങ്ങൾ തൊഴാൻ വരി നിൽക്കുമ്പോൾ ഇങ്ങനെ ഭഗവതിയുടെ ഇങ്ങനെ ഇത് കൊണ്ടിങ്ങനെ വിഗ്രഹം കൊണ്ട് ഇങ്ങനെ പ്രദക്ഷിണം വെക്കണ കണ്ടു. അത് നല്ല രസമായിരുന്നു കേട്ടോ. ആ സമയത്ത് ഉണ്ണീനൊന്നും പിടിക്കാൻ പറ്റണില്ല, അവൻ ഭയങ്കര കുറുമ്പായിരുന്നു. ഓരോ കുറുമ്പോൾ കാണിച്ചിങ്ങനെ നിൽക്കുക തന്നെ. പിന്നെ അങ്ങനെ തൊഴുതു. പിന്നെ അന്ന് വേഗം വന്ന് കിടന്നുറങ്ങി. ഫുഡൊക്കെ കഴിക്കുന്നൊന്നും ഞാൻ എടുത്തില്ല. ഇത് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഒന്ന് കിടന്നുറങ്ങി. നേരെ പുലർച്ചെ ഞങ്ങൾക്ക് 5 മണിക്കാണ് ട്രെയിൻ. പുലർച്ചെ ഇവിടേക്ക് ഞങ്ങളൊരു വണ്ടി വിളിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ച് പോകാനായിട്ട് നിൽക്കുകയാണ്. അച്ഛനമ്മയാണ് കേട്ടോ, അത് വേറെ യാത്രക്കാരെല്ലാവരും അവിടെ സീറ്റ് കണ്ടപ്പോൾ അങ്ങോട്ട് നീങ്ങിയിരുന്നതാണ്. ഇവിടെയും ഒരു പുതിയൊരു ഫ്രണ്ട് ഉണ്ട്. പുണ്യങ്ങൾക്ക് വിശക്കുമ്പോൾ കൊടുക്കാനുള്ള ബിസ്ക്കറ്റൊക്കെ എടുത്താൽ നായക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ചേട്ടൻ. അപ്പോൾ അവൻ പോണില്ല, ഞങ്ങളുടെ കൂടെ ട്രെയിനിൽ വരുന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയും ഇഷ്ടപ്പെട്ടു, കാരണം ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആ നായ. അപ്പോൾ അവിടെ പോയി ഇരിക്കാൻ പറയാൻ തോന്നുന്നുണ്ട് ചേട്ടൻ. കുറച്ച് നേരം റെസ്റ്റ് എടുക്കും, കുറേ തിന്നതല്ലേന്ന്. പക്ഷേ മൂപ്പര് മേത്തുനിന്ന് പോണില്ല, വാലാട്ടി നിൽക്കണുണ്ട്. നല്ല നായക്കുട്ടി. ഈ ഭയങ്കര നായക്കുട്ടി അല്ല, വലുതാണത്. ഭയങ്കര സ്നേഹമുള്ളൊരു നായ കേട്ടോ.
വീട്ടിൽ കൊണ്ടുപോകാൻ ഞങ്ങൾക്കും തോന്നി, പക്ഷേ വീട്ടിൽ കൊണ്ടുപോകേണ്ട കാര്യം എളുപ്പമല്ലല്ലോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളിതുപോലെ വരുമ്പോൾ ഇവർക്ക് എന്തായാലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഭക്ഷണം ഒക്കെ കൊടുക്കണ്ട, കുറച്ച് കൊടുക്കുക. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വേറൊരു അച്ചാച്ച ഇരിക്കുന്നുണ്ട്. ആളുടെ സീറ്റിൻ്റെ അടുത്താണ് ഞങ്ങളുടെ സീറ്റ്. ആളെ ഞങ്ങളുടെ സീറ്റിലേക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റിയിരുത്തി ഞങ്ങളുടെ സീറ്റാക്കി മാറ്റി ഇതെല്ലാം. അപ്പം ഞങ്ങളങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ സ്ഥലത്ത് ട്രെയിൻ ഇങ്ങനെ പിടിച്ചിട്ടിട്ടൊക്കെ കുറേ ലേറ്റായി തിരിച്ചെത്തുമ്പോൾ. അവിടെ ചേച്ചി പാട്ടൊക്കെ കേട്ടിരിക്കുകയാണ്. ഞങ്ങൾ FM പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല രസമാണ് കേട്ടോ. അങ്ങനെ കുറേ കാഴ്ചകൾ കാണാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർക്ക് യാത്ര തിരിച്ചു. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, കഴിഞ്ഞു. പിന്നാണ് ട്രെയിനിലെ ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല, അത്രയും വൃത്തിയായിട്ട് ഫുഡായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. വേറെ വഴിയില്ലാത്ത കാരണം ഞങ്ങൾ വൈകിട്ടാണ് അവിടെ എത്തണം. ഒരു 3 മണി 4 മണി നേരത്തെ. അതുവരെ ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മേടിച്ചതാണ്. ട്രെയിനിലെ ഫുഡ് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ട്രിപ്പ് ഇതോടുകൂടി കഴിഞ്ഞു. ഇനി ഞങ്ങൾ തൃശ്ശൂർ ഇറങ്ങി അവിടെ നിന്നൊരു വണ്ടി വിളിച്ച് വീട്ടിലേക്ക് പോകണു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്ര നേരം ഈ ഒരു വീഡിയോ ഇരുന്ന് കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇനി അടുത്തൊരു യാത്ര പോകുമ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് വരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഉണ്ണിയോളെയൊക്കെ കുളിപ്പിച്ച് അവർക്ക് പാപ്പൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് തന്നെ വീട്ടിൽ പോവും. അപ്പോൾ ഏട്ടൻ എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ, കാലിന് വയ്യാതെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിക്കാണ്. അപ്പോൾ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഹസ്ബൻഡ് വീട്ടിൽ പോവും. ഇനി ഓണത്തിനാണ് വരിക. അപ്പോൾ എല്ലാവർക്കും ബായ്, ടാറ്റ, ബൈ ബൈ. അടുത്തൊരു വീഡിയോ വരയ്ക്കും. നന്ദി, നമസ്കാരം.